പെസഹ വ്യാഴമൊക്കെ അല്ലേ, അപ്പത്തിൻ്റെ മാവ് കൊണ്ട് ഒരു തട്ടിക്കൂട്ട് അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പെസഹ അപ്പം ഉണ്ടാക്കുന്നത് ഇങ്ങനെയൊന്നും അല്ല, പക്ഷെ ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഒരു അപ്പം ഉണ്ടാക്കുന്നതേ ഉള്ളൂ. ഇവിടെ അമ്മ അപ്പത്തിന് മാവ് അരയ്ക്കുമ്പോൾ കരിക്കും വെള്ളവും ഇത്തിരി പഞ്ചസാരയും മാത്രം ചേർത്തിട്ടാണ് അരി അരയ്ക്കുന്നത്. അപ്പോൾ അത് പിറ്റേ ദിവസത്തേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വരികയും ചെയ്യും. അങ്ങനെ എടുത്ത മാവാണ് ഇവിടെ ഇരുന്നത്. ഉപ്പിടുന്നതിന് മുന്നേ തന്നെ ഞാൻ രാവിലെ കുറച്ച് മാവ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ആയപ്പോഴും ഒരു 2 ടീസ്പൂൺ അരിപ്പൊടി എടുത്തിട്ട് അതിലേക്ക് ഒരിത്തിരി വെള്ളം ഒഴിച്ച് കട്ടാതെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്തു, കപ്പി കാച്ചി എടുത്തു. എന്നിട്ട് അത് തണുത്തപ്പോഴത്തേക്ക് മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ട് അതിലോട്ടൊരു 1/4 ടീസ്പൂൺ ഈസ്റ്റും ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് മധുരത്തിന് വേണ്ടിയിട്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചൂടുവെള്ളത്തിനകത്ത് കുറച്ച് സമയം വെച്ചിരുന്നു. അരമണിക്കൂറിന് ശേഷം ഇഡലിത്തട്ടിലോട്ട് വെള്ളം ചൂടാവാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നെയ്യ് പുരട്ടി ഒരു പ്ലേറ്റും വെച്ചു. പ്ലേറ്റ് നന്നായിട്ട് ചൂടായി വന്നപ്പോഴാണ് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുത്തത്. ഒരു 2-3 തവി മാവ് ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഒരു 10-15 മിനിറ്റ് ആയപ്പോഴത്തേക്ക് നമ്മുടെ അപ്പമൊക്കെ നന്നായിട്ട് വെന്ത് വന്നു. തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ അപ്പമൊക്കെ. അപ്പത്തിൻ്റെ മാവൊക്കെ അധികം വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ.